ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു കഥ കേട്ടാലോ? പഴം കിട്ടാത്ത പിണക്കം. ഒരിക്കൽ നാരദ മുനി കൈലാസത്തിൽ ഒരു ദിവ്യമായ മാമ്പഴവുമായി വന്നു. ഇത് ജ്ഞാനപ്പഴമാണ്, ഇത് കഴിക്കുന്നവർക്ക് എല്ലാ ജ്ഞാനവും കിട്ടും എന്ന് പറഞ്ഞു. ശിവനും പാർവതിക്കും 2 മക്കൾ, ഗണപതിയും സുബ്രഹ്മണ്യനും. 2 പേർക്കും ആ പഴം വേണം. പാർവതി ഒരു മത്സരം വെച്ചു. ഈ ലോകം മുഴുവൻ ആരാദ്യം ചുറ്റി വരുന്നുവോ അവന് ഈ പഴം. സുബ്രഹ്മണ്യൻ ഉടനെ മയിലിന്റെ പുറത്ത് കയറി ലോകം മുഴുവൻ ചുറ്റാൻ തുടങ്ങി. കടലുകൾ, മലകൾ, നദികൾ എല്ലാം. പക്ഷെ ഗണപതി എന്തു ചെയ്തു എന്നോ? അവൻ അവന്റെ അച്ഛനമ്മമാരായ ശിവപാർവതിമാരെ 3 പ്രാവശ്യം വലം വെച്ചു. അച്ഛനമ്മമാരാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞു. ശിവഭഗവാന് സന്തോഷമായി പഴം ഗണപതിക്ക് കൊടുത്തു. അപ്പോഴേക്കും ലോകം ചുറ്റി സുബ്രഹ്മണ്യ സ്വാമി തിരിച്ചെത്തി. കാര്യം അറിഞ്ഞപ്പോൾ കുഞ്ഞു മുരുകന് ഭയങ്കര പിണക്കം. എന്നെ ചതിച്ചല്ലോ, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് കോപിച്ച് കൈലാസം വിട്ട് ഇറങ്ങിപ്പോയി. പോയി പഴനിമലയിൽ ചെന്ന് കയറി. അവിടെ ഒരു ചെറിയ ബാലന്റെ രൂപത്തിൽ കയ്യിൽ ദണ്ഡുമായി കൗപീനം മാത്രം ഉടുത്ത് തപസിരുന്നു. പാർവതി ദേവി മകനെ സമാധാനിപ്പിക്കാൻ ഓടി വന്നു. പഴം നീ മോനെ, പഴം നീയാണ് എന്ന് പറഞ്ഞു. അതായത് മോനെ, നീ തന്നെയാണ് ജ്ഞാനപ്പഴം, നിനക്ക് വേറെ പഴം വേണ്ട. പക്ഷെ മുരുകൻ പിണക്കം മാറാതെ അവിടെ തന്നെ കൂടി. അങ്ങനെ പഴനിമല പഴനിമല ആയി, പിന്നെ പഴനിയായി. ഇന്നും പഴനിയിൽ മുരുകൻ ദണ്ഡായുധ പാണിയായിട്ടാണ്. കയ്യിൽ ദണ്ഡ്, ദേഹത്ത് ഭസ്മം, ആഭരണം ഒന്നുമില്ലാതെ ബാലസന്യാസി രൂപം. ഗുണപാഠം: അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. പിണക്കം വന്നാലും സത്യം മനസ്സിലാകുമ്പോൾ ശാന്തമാവണം. മുരുകൻ കോപത്തിന്റെ ദൈവമല്ല, ജ്ഞാനത്തിന്റെ ദൈവമാണ്. വേൽ കൊണ്ട് അജ്ഞാനത്തെ കുത്തിക്കീറുന്നവൻ വേൽമുരുകൻ. വേൽമുരുക ഹരോഹര. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.